ഇന്നിപ്പോൾ സ്കൂളിൽ പോകണ്ടാത്തതുകൊണ്ട് ഞങ്ങളെല്ലാം ലേറ്റ് ആയിട്ടാണ് കേട്ടോ എഴുന്നേൽക്കുന്നത്. ഇപ്പോൾ സമയം 8 മണിയായി. ആര്യക്കുട്ടൻ്റെ ഹെയർ ഒന്ന് കോംബ് ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ അവൻ തൊടാൻ സമ്മതിക്കത്തില്ല. അവൻ്റെ ഹെയർ ആണെങ്കിൽ ഇങ്ങനെ കേളി ഹെയർ ആണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നൂഡിൽസ് മുടി എന്നാണ് കേട്ടോ കൂട്ടുകാരൊക്കെ വിളിക്കുന്നത്. അങ്ങനെ ദേ പാട്ട് ക്ലാസ്സിന് പോകാൻ വേണ്ടി പോവാണ്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് പാട്ടും ഡാൻസും വയലിനും ഒക്കെ ഉണ്ട്. അപ്പോൾ ആര്യക്കുട്ടനെ അവിടെ കൊണ്ട് വിട്ടതിന് ശേഷം ഞാൻ ദേ അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് എനിക്കിന്ന് എള്ളുകിഴിയും നീരാഞ്ജനവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വഴിപാടൊക്കെ നടത്തി അതിന് ശേഷം ദേ പ്രസാദമൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ദേ അരുക്കുട്ടിനെ വിളിച്ചിട്ട് ഇനി ഡാൻസ് ക്ലാസ്സിന് പോകണം. അങ്ങനെ ദേ പാട്ട് ക്ലാസ്സിന് പിന്നെ തിരിച്ചെത്തി. അപ്പോൾ അരുക്കുട്ടൻ അവിടെ നിന്ന് പാടുവാണേ. പിന്നെ 10 മണിക്കാണെങ്കിൽ ഡാൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വെപ്രാളം പിടിച്ചൊരു ഓട്ടമാണ് ഞങ്ങളുടെ. അത് കഴിഞ്ഞിട്ട് ദേ പാട്ട് ക്ലാസ് കഴിഞ്ഞു. ഇനി ഞങ്ങൾ ദേ ഡാൻസിന് പോവുകയാണ്. ഡാൻസ് കുറച്ച് പോണം. ഒരു 3, 4 കിലോമീറ്റർ ഉണ്ട് കേട്ടോ അവിടുന്ന്. ആരുക്കുട്ടനെയും കൊണ്ട് ദേ ഡാൻസ് ക്ലാസ്സിന് പോവാണ്. അങ്ങനെ ദേ ഡാൻസ് ക്ലാസ്സിനെത്തി. ആരുക്കുട്ടൻ വേഗം കയറിപ്പോയി കേട്ടോ. ഞങ്ങൾക്ക് ഇന്നാണെങ്കിൽ ഒന്ന് കടയിൽ പോകണം. പിന്നെ ഒരു ചെരുപ്പ് വാങ്ങിച്ച് അതൊന്ന് മാറണം. അപ്പോൾ 2, 3 കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഫ്രണ്ട്സിനെയും വിളിച്ചുകൊണ്ട് ഞാൻ ദേ പോവാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മുടെ ഡാൻസ് ക്ലാസ്സിലെ ഫ്രണ്ട്സാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് ദേ ചെരുപ്പ് കടയിലാണ് കേട്ടോ, ചെരുപ്പ് മാറാൻ വേണ്ടി. അങ്ങനെ ചെരുപ്പ് വാങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് തുണിക്കടയിലാണ്. അവിടുന്ന് ഉടുപ്പും എല്ലാം വാങ്ങിച്ചു. ഇനി ഞങ്ങൾക്ക് നേരെ ആര്യക്കുട്ടനെ എല്ലാം വിളിച്ചുകൊണ്ട്, അവർ ഡാൻസ് ക്ലാസ്സിലാണല്ലോ ഉള്ളത്, അവരെ വിളിച്ചുകൊണ്ട് പോകണം. അപ്പം അതിനു മുമ്പ് എൻ്റെ സ്ക്രീൻ ഗാർഡ് ഒന്ന് പൊട്ടിപ്പോയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ വീണപ്പോൾ നല്ല ഫുള്ളായിട്ട് പൊട്ടി കേട്ടോ. അതിന് മുമ്പ് ആര്യക്കുട്ടനൊന്ന് താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതും കൂടെ ആയപ്പോൾ തൃപ്തിയായി ഗൈസ്. അങ്ങനെ സ്ക്രീൻ ഗാർഡ് മാറാൻ വേണ്ടി പോയതാണ് മൊബൈൽ ഷോപ്പിൽ. പിന്നെ ആര്യക്കുട്ടനെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ പോവാണ് കേട്ടോ, അമ്പലത്തിൽ. അറവുകാട് അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ അവിടെ വൈകിട്ട് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് നാടകമോ ഗാനമേളയോ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വൈകിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് അതിൻ്റെ അടുത്താണ്. അപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് അമ്പലത്തിൽ പോയി ചോറ് കഴിക്കാമെന്ന് പറഞ്ഞ് അമ്പലത്തിലോട്ട് വന്നതാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഇവർക്കെല്ലാം ഭയങ്കര ദാഹമായിരുന്നു. അപ്പോൾ ആര്യക്കുട്ടൻ പറഞ്ഞു, അമ്മ എനിക്ക് കുൽക്കി സർബത്ത് വേണം, കുൽക്കി സർബത്ത് വേണം എന്ന് പറഞ്ഞ് വഴക്കാണ്. ഞാൻ വിചാരിച്ചെന്നാൽ വാങ്ങിച്ചു കൊടുക്കാം. അവിടെ നല്ല ക്യൂ ഉണ്ട് കേട്ടോ. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നിറയെ ആൾക്കാരുണ്ട്. അങ്ങനെ ദേ കുൽക്കി സർബത്ത് വാങ്ങിക്കാൻ വേണ്ടി ദേ ഇവിടെ വന്നതാണ്. അപ്പോൾ അവൻ പാഷൻ ഫ്രൂട്ടിൻ്റെ മതി, പിസ്തയുടെ മതി എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുവേ. അവസാനം ദേ പിസ്തയാണെന്ന് തോന്നുന്നു കേട്ടോ വാങ്ങിക്കുന്നത്. അങ്ങനെ എനിക്കൂടെ ടേസ്റ്റ് ചെയ്യാൻ തരാൻ പറഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ, അവന് പേടി ഞാൻ ഫുള്ള് കുടിച്ച് തീർക്കുമെന്ന്. അങ്ങനെ എൻ്റെ കൈ പിടിച്ചൊക്കെ മാറ്റി കേട്ടോ. എനിക്ക് ടേസ്റ്റ് ചെയ്യാനൊന്നും കുറച്ച് തന്നോളേ. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. എന്താണ് മിൽക്ക് സർബത്തോ റോസ് മിൽക്കോ എന്താ പിസ്ത മിൽക്കോ എന്തൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവന് റോസ് മിൽക്ക് വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ടാണ് വന്നത്. അവിടെ ചെന്നപ്പോൾ നല്ല ക്യൂ ആയിരുന്നേ. ഇപ്പം ഏകദേശം 2 മണി ആകാറായേ. നല്ല അടിപൊളി വെയിലുമാണ് കേട്ടോ. കരിഞ്ഞു പോയെന്ന് പറയാലോ. അപ്പം ഈ ഗോപുരം ഇന്ന് വൈകിട്ട് താഴെ വീണു ഗൈസ്. നല്ല മഴയായിരുന്നേ. അങ്ങനെ ഇപ്പം സമയം 3 മണിയായി കേട്ടോ. എല്ലാവർക്കും നന്നായിട്ട് വിശന്നിട്ടുണ്ട് പിള്ളേർക്ക്. അങ്ങനെ ആര്യക്കുട്ടൻ തന്നെ ഇരുന്ന് കഴിക്കുവാണ്. ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴേ തന്നെ കഴിക്കത്തുള്ളൂ. അല്ലാത്തപ്പോൾ എപ്പോഴും വാരി കൊടുക്കണേ. ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കുവാണ്. അതിന് ശേഷം ഞങ്ങൾക്ക് പിന്നെ ഡാൻസ് ക്ലാസ് ഉണ്ട് കേട്ടോ 4 മണിക്ക്.